ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലോഗ് ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് കാണാം, സുഖമായിട്ട് കാണാം. അപ്പോൾ സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് അവിടെ പോകാൻ പറ്റും. നമുക്ക് കാണുന്നതെല്ലാം പുൽമേട് പോലെ കാണുന്നതെല്ലാം ടീ എസ്റ്റേറ്റുകളാണ്. അപ്പം ശരിക്ക് മൂന്നാറിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ്. കുണ്ടള ഡാമും മാട്ടുപ്പെട്ടി ഡാമും അതുപോലെ തന്നെ എക്കോ പോയിൻറ്റും ഇങ്ങനെ കുറേ ടൗണും അതൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ മൂന്നാറിൽ നിന്ന് അങ്ങ് പോവുകയാണ്. ആക്ച്വലി മൂന്നാർ ആസ്വദിക്കാനുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഞാൻ തന്നെ ഇവിടെ എത്തിപ്പെടാൻ ഇത്രയും നാളെടുത്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ കേരള ഗവൺമെൻറ്റിന് ഇങ്ങനൊരു സ്ഥലമുണ്ട്, കേരള ഗവൺമെൻറ് ഫോറസ്റ്റിന് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നുള്ളത് കുറച്ച് വൈകിയാണ് ഞാനും അറിഞ്ഞത്. പക്ഷേ ഇവിടെ വന്നൊരിക്കൽ താമസിച്ചിരിക്കണം. അത്യാവശ്യം ഫാമിലിയായിട്ട് വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ലോൺലി ആയിട്ടുള്ള സ്ഥലം, മറ്റാരും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതൊക്കെ കണക്കാക്കി അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വരിക.